റഹി എവിടെ പോവാ റഹി? ബേബിനെ കാണാൻ പോയണോ? ബേബിയെ കാണാൻ പോവാ? നോക്കിയ പെങ്ങളാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണ തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയപ്പവും ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാട്ടോ കാണിക്കണത്. അപ്പോൾ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ബേബിയുടെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഷിനുവിനെയും ബേബീനെയും ഡിസ്ചാർജും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചക്കാണ് കേട്ടോ പോകാൻ തീരുമാനിച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർക്കണം. കുറേ തുണി വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെയും കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ ലഞ്ച് കഴിക്കണ വീഡിയോയാണ് കേട്ടോ കാണിച്ചേക്കണത്. അങ്ങനെ ലഞ്ചും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ റെഡിയായി പോകാൻ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് വാപിച്ചയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ മാത്രമല്ല ഇന്ന് റഹീം റാസും ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ബേബീനെ നേരിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയും കൂടി ഉണ്ട് കേട്ടോ. റഹി എവിടെ പോവാ റഹി? ബേബീനെ കാണാൻ പോയണോ? ബേബിയെ കാണാൻ പോവാ? അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഇനി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഡിസ്ചാർജ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഇത്തിരി തിരക്കുറവുള്ള ദിവസവും കൂടിയാണ്. അതുകൊണ്ടാണ് പിന്നെ ഈ പിള്ളേരെ എല്ലാവരും കൂട്ടിക്കൊണ്ട് നമ്മൾ പോണത്. അപ്പോൾ റോട്ടിലൊക്കെ അല്ലെങ്കിലും നല്ല തിരക്കായിരിക്കും. സൺഡേ ആണെങ്കിലും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് തിരക്കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാ ഷോപ്പുകളൊക്കെ ഓപ്പണാണ്. ഇത് കണ്ടില്ലേ, ഷോപ്പുകളൊക്കെ ഓപ്പണാണ്. റോട്ടിൽ വണ്ടികൾക്കൊന്നും തിരക്കുറവൊന്നും ഉണ്ടാവില്ല. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൺഡേയിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ എറണാകുളത്ത് തിരക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിത് എടപ്പള്ളിയിലേക്ക് എത്തണതിന് മുമ്പുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ റോഡ് ഞാൻ മുമ്പൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര തിരക്കും പിന്നെ രാത്രിയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭാഗങ്ങളൊന്നും ഞാൻ കൂടുതലൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതൽ ഷോപ്പുകൾ, ജ്വല്ലറീസ്, റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ റോഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഹൈവേയിലേക്ക് എത്തണേ കേട്ടോ. മറ്റേ ലുലു ഒക്കെ ഉള്ള ഹൈവേയിലേക്ക് എത്തണത്. അപ്പോൾ നമ്മളങ്ങനെ നല്ല തിരക്കായിരുന്നു. പതുക്കെയാണ് വണ്ടികളൊക്കെ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ലുലുവിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ എത്തിയേക്കണത്. അപ്പോൾ ആ ഭാഗത്തുള്ള കടകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ രാത്രി കാഴ്ചയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നമുക്ക് പിന്നെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മളത് എടുത്തു പോകും എത്ര എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ. നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണെങ്കിലും ഇതൊക്കെ നല്ല രസമുണ്ടാണ് കാണാൻ. അപ്പോൾ ലുലു എത്തി. അങ്ങനെ ലുലുവും മെട്രോ സ്റ്റേഷനും കൂടി കണക്ട് ചെയ്യണ ആ ഒരു പാലം കണ്ട, ഒരു മെട്രോ പോലെ ചെയ്ത് വെച്ചേക്കണണ്ട, അതൊരു പാലമാണ് കേട്ടോ. ലുലുവിൻ്റെ അകത്തുനിന്ന് മെട്രോൻ്റെ സ്റ്റേഷൻ്റെ അകത്തേക്ക് കടക്കാനായിട്ട് ഒരു പാലമാണ് ആ വച്ചേക്കണത്. അപ്പോൾ നമ്മുടെ ലുലു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാലം ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കണത് എടപ്പള്ളി പള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. രാത്രിയിൽ ക്രിസ്മസിൻ്റെ മറ്റേ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ പള്ളി നല്ല ഭംഗിയാണ് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ പള്ളി. അപ്പോൾ ഈ പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത് എടപ്പള്ളിയിൽ ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഇത് ചങ്ങമ്പുഴ പാർക്ക് എന്ന് പറയും. കുഞ്ഞ് ഒരു പാർക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആട്ടോ. അതിനോട് ചേർന്ന് തന്നെയാണ് ആ റോട്ടിൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഐഷയും അനസൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുറവാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ റിസപ്ഷനും കാര്യങ്ങളും. അപ്പോൾ അത് കണ്ട ഇവിടെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ റിസപ്ഷൻ്റെ ഭാഗം. അവിടെ ഇങ്ങനെ അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഷോപ്പുള്ളത്. നമ്മൾ ബേബിക്ക് വേണ്ടി ഡ്രസ്സും ഐറ്റംസൊക്കെ വാങ്ങിയില്ലേ,
ആ ഷോപ്പ്. അങ്ങനെ അതേ ഇപ്പം നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ റഹീനെ ഒക്കെ നമ്മൾ ബേബീനെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ടായി കാണിക്കണത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ നമ്മളപ്പോൾ അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബേബിന്ന് ഇപ്പോൾ നല്ല കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ബേബീനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി നല്ല കരച്ചിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തുടങ്ങി. അങ്ങനെ പിന്നെ റഹിക്കാണെങ്കിൽ ഇങ്ങനെ കൊച്ചുങ്ങളിങ്ങനെ കരയണാണ് അവന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതാണ് അവനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ അവനെ കരച്ചിൽ കൊച്ചിൻ്റെ ഒന്ന് ഒതുക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് കൊച്ചാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കണത്. നോക്കിയ പെങ്ങളെ ആരെ പോലെയൊന്നും നോക്കിക്കണ്ട. അപ്പോൾ റഹീനെ റാസിനെയും ബേബീനെ കാണിക്കണ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കരച്ചിലൊക്കെ ചെറുതായിട്ടൊന്നും ഒതുങ്ങിയിട്ടുണ്ട്. എങ്കിലും അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടോ ഇടയ്ക്കിടയ്ക്ക്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, ബേബി ഇത്തെ കുറച്ച് നാളുകൾ ഫുൾ ടൈം ഇങ്ങനെ കരച്ചിലായിരിക്കുമല്ലോ. അപ്പോൾ അതേ റാസിൻ്റെ മടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റഹീനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് കൊടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ പിള്ളേരെല്ലാവരും ഇങ്ങനെ വട്ടം നിന്ന് ബേബീനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ബേബി ഇപ്പോൾ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ കരച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അതേ നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് റൂമിൽ തന്നെ ചായയൊക്കെ കൊണ്ടുവരും കേട്ടോ. നമ്മൾ നേരത്തെ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ചായയൊക്കെ കൊണ്ടുവരും റൂമിൽ. അപ്പോൾ പിന്നെ അതുപോലെ ആവശ്യമുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എടുക്കാം കേട്ടോ സ്നാക്സുകളൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി ഇപ്പോൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിസ്ചാർജിനുള്ള ഓരോ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാഗ് പാക്ക് ചെയ്യൽ കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ബേബി പിന്നെ എഴുന്നേറ്റ് കരച്ചിൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ ഞാനിങ്ങനെ മടിയിലിരുത്തി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല കരച്ചിലാണ് ആൾ. അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർ ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ പിള്ളേർ കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കണം. കാരണം വെച്ചാൽ പിള്ളേർക്ക് റൂമിലിരുന്ന് ഭയങ്കര ബോറടിയാണല്ലോ ഈ ബഹളം വയ്ക്കൽ അതും ഇത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളിതേ ബുക്കും കാര്യങ്ങൾ കളറിങ് അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഇപ്പോൾ അതേ നമ്മുടെ ബാഗ് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോവാട്ടോ. അപ്പോൾ ഷീനുവും ബേബിയും നേരെ പോകുന്നത് അവളുടെ വീട്ടിലേക്കാണ്, മൂവാറ്റുപുഴയിലേക്ക്. അങ്ങനെ അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി അങ്ങനെ ഇപ്പോൾ താഴേക്ക് പോയി. അങ്ങനെ അപ്പോൾ അവർ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവരെ യാത്രയാക്കലാണ് അടുത്ത പണി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞാലേ ബേബിനെ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോവുകയാണ്. അങ്ങനെ അവർ പോയിട്ട് അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് വീട്ടിലേക്കല്ല കേട്ടോ, നമ്മൾ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചിയുടെ ഉമ്മ. അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മാനെ. ഉമ്മ ഇപ്പോൾ സുഖമില്ലാതെ വയ്യാതെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, കാലുവേദന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഉള്ളത് ഉമ്മച്ചിയുടെ ചേട്ടത്തിയുടെ വീട്ടിലാണ് കേട്ടോ, മൂത്തുമ്മയുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മൂത്തുമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ രാത്രിയായിട്ടാണ് നമ്മളവിടെ എത്തിയപ്പോഴത്തേനും. ഒരുപാട് ദൂരമൊന്നുമില്ല, പക്ഷേ അപ്പോഴത്തേനും രാത്രിയായി. തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവരുടെയും വീടുകളൊക്കെ. അങ്ങനെ ഇപ്പം നമ്മളവിടെ എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് പൂച്ചേനെ ഉണ്ടാ. പൂച്ച നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പൂച്ചേനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ മുറ്റത്ത് തന്നെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ പൂച്ച. എന്നെ കണ്ടപ്പോഴത്തേനും അത് ഓടിപ്പോയി. അങ്ങനെ പിന്നെ നമ്മളവിടെ ചെന്നപ്പോൾ ഉമ്മ നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഉമ്മയുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മയായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ പിള്ളേർ പിന്നെ വാപ്പിച്ചു ഉമ്മച്ച് റഹി ഇത്രയും പേരായിരുന്നേ ഉണ്ടായിരുന്നത്. ഉമ്മയായിട്ട് വർത്താനം പറഞ്ഞിരുന്ന സമയം പോണതേ അറിയില്ല കേട്ടോ. അപ്പോൾ ഉമ്മ ഭയങ്കര സംസാരപ്രിയാണ്. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഉമ്മാക്ക് കാലിനൊക്കെ ഇങ്ങനെ ചെറിയൊരു വയ്യായിക ഉണ്ട് നടക്കാനൊക്കെ. അപ്പോൾ അതിന് നോക്കാനായിട്ട് ഉമ്മയുടെ കൂടെ ഒരു ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് വയ്യാത്ത കാരണം ഉമ്മ ഹോസ്പിറ്റലിൽ ബേബീനെ കാണാനൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ മൂത്തുമ്മായും മൂത്താപ്പായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ പിന്നെ ഉമ്മച്ചിയും കൂടി ഇരുന്ന് ചായയൊക്കെ റെഡിയാക്കി. അപ്പോൾ കുറേ വറപൊരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കേട്ടോ ചായയും കടികളൊക്കെ കഴിച്ചത്.
കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്. അപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ, ഒരുപാട് ലേറ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ അപ്പോൾ അതേ ഈ കാണുന്നതാണ് മൂത്താപ്പ. അപ്പോൾ മൂത്താപ്പാനെ മാത്രം വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ചു. കുറേ സ്നാക്സുകൾ, നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പതുക്കെ ഉമ്മതേ നടക്കാനൊക്കെ വേണ്ടിയിട്ട് വോക്കറിൽ ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് പറ്റൂല കേട്ടോ. അതുകൊണ്ടാട്ടോ ഉമ്മച്ചിയും കൂടി ചെന്നപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞ് നമുക്കൊന്ന് നടന്നു നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ എഴുന്നേറ്റതാണ് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ അടുത്ത് നിൽക്കണം കേട്ടോ ഉമ്മാനെ നോക്കണ ചേച്ചി. അങ്ങനെ പിന്നെ ഉമ്മ കുറേ നേരം അവിടേക്കൊന്ന് നടന്ന് പിന്നെ അപ്പുറത്തേക്ക് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ. കാരണം കാലിന് അത്ര ഉറപ്പൊന്നുമില്ല ഉമ്മക്ക് ഇങ്ങനെ നടക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഉമ്മ പതുക്കെ അങ്ങനെ നടന്ന് ഇപ്പുറത്തെത്തിയപ്പോഴത്തേക്കും പിന്നെ ആകെ വയ്യാണ്ടായി. പിന്നെ ഉമ്മ അവിടെ ഇരുന്നിട്ടാ. പിന്നെ ഉമ്മക്ക് നടക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് ഇനിയിപ്പോൾ ഇത്രയും നേരമായില്ല, പിന്നെ ഇപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ പിള്ളേരൊക്കെ കൂടെ ഉണ്ടായ കാരണം പിന്നെ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പും പോയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്, നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആട്ടോ അത്. അപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ തൃക്കാക്കര അമ്പലമാണ് കാണുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ രാത്രി കാഴ്ചകളാണ് കേട്ടോ അത്. അവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് വീഡിയോയിൽ കാണൂല കേട്ടോ, അങ്ങനെ ഇരുട്ട് ഭാഗത്തായതുകൊണ്ട് അങ്ങനെ കാണൂല. അപ്പോൾ അതേ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനിവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഭാഗ്യത്തിന് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മളവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അൽഫാം, പിന്നെ പൊറോട്ട റോൾ ചെയ്തത്, ഓംലെറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ്. പിന്നെ ലെമൺ ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ ഫുഡൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്തും ആ റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ കൂടുതലായിട്ടും നമുക്കവിടെ കോളേജ് പിള്ളേരെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നേരത്തൊക്കെ കോളേജ് പിള്ളേരൊന്നും, പക്ഷേ അവിടെ ആ ഭാഗത്തൊക്കെ കോളേജും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിറച്ച് കോളേജ് പിള്ളേരാണ് കേട്ടോ. അതിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ മാത്രമല്ല കേട്ടോ, ഏത് റോട്ടിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ഫുൾ ടൈമും കോളേജ് പിള്ളേരെ നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റയ്ക്കായിട്ടും കപ്പിൾസായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ആ ഭാഗങ്ങളിലൊക്കെ നമുക്കിങ്ങനെ പിള്ളേരെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ മൊത്തം കോളേജ് പിള്ളേരാട്ടോ. സീറ്റിലൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും പകർത്തിയിട്ടൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയില്ല. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതേ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിന് മുമ്പും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ അൽഫാമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഫ്രൈഡ് റൈസും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ ഫ്രൈഡ് റൈസ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്തിരുന്ന് കുറേ നേരം ഇരുന്നൊക്കെ കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.